ഡിയർ ഫ്രണ്ട്സ്, വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എല്ലാവരുടെ സുഖത്തിനും അതുപോലെ തന്നെ ആരോഗ്യ സൗഖ്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് പതിവുപോലെ എൻ്റെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കെല്ലാം നിങ്ങൾ തന്ന വിലയേറിയ സപ്പോർട്ടിന് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇന്നലെ ചിന്ന ചിന്ന ആസെ എന്ന് പറയുന്ന ചിത്രം കണ്ടു. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ റിവ്യൂ ചെയ്യാനുള്ള ഇതൊന്നും എനിക്കില്ല, അതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് സംസാരിക്കാനും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടത് എന്താണോ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. മധുബാല, അതായത് റോജയിലെ ആക്ട്രസ്സായിട്ടുള്ള മധുബാലയും അതുപോലെ തന്നെ ഇന്ദ്രൻസ്, അതുപോലെ അതായത് കലാകാരന്മാരിൽ സമ്പന്നനായ ഒരു കലാകാരനാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മികവുറ്റ ഒരു പ്രകടനമുള്ള ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വർഷ വാസുദേവ് എന്ന് പറയുന്ന ഒരു നവാഗത ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അഭിജിത്ത് ബാബുജി. അപ്പോൾ ബാബുജി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ദൃശ്യകാവ്യമാണ് ഈ ചിത്രമെന്ന് എനിക്ക് തോന്നി. കുറേ നാളുകളായി എന്നെ ഏറെ ആകർഷിച്ച ഒരു മൂവിയാണ്. ഞാൻ എന്നും സിനിമയൊന്നും കാണാൻ പോകാറില്ല, ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കലാണ്. ഈ ചിന്ന ചിന്ന ആശയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്കത് പോകണമെന്ന് തോന്നി. കാരണം റോജയിലുള്ള ഒരു പാട്ടുണ്ടല്ലോ, ചിന്ന ചിന്ന ആസെ എന്ന് പറയുന്ന ആ പാട്ട് അന്ന് റോജ അഭിനയിച്ച് അത്രയേറെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു പടമാണ് റോജ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ മധുബാലയുടെ ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം പിന്നെ കാണുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ ഇതിന് അതിൻ്റേതായ ഒരിതുണ്ട്. മൂവി തുടങ്ങുമ്പോൾ തന്നെ, ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, ആ മ്യൂസിക്, അതെന്ന് പറഞ്ഞാൽ ആ ചിത്രവുമായി വളരെ ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരു മ്യൂസിക്കാണ്. നമ്മൾ വീട്ടിൽ വന്നിരുന്നിട്ട് പോലും അതിൻ്റെ ഓരോ ചെറിയ ചെറിയ സീൻസും നമ്മളെ ഒരുപാട് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടാൽ പോലും നമുക്കൊരു മടുപ്പ് തോന്നാത്ത രീതിയിലാണ് അതിൻ്റെ ചിത്രീകരണം. ക്യാമറ, അതിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് അത്രയേറെ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ്. അതായത് ഈ മധുബാല എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അതിൽ ലീല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് തെറ്റാണല്ലോ, മൂവി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വീട്ടമ്മമാരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ മധുബാലയുടെ ചൈൽഡ്ഹുഡ് ആക്ട് ചെയ്തിരിക്കുന്ന പെൺകുട്ടി വളരെ മനോഹരമായി അത് കൈകാര്യം ചെയ്തതായി എനിക്ക് തോന്നി. കാരണം ആ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ, അച്ഛനും മകളും തമ്മിലുള്ള കോൺവെർസേഷൻസൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അച്ഛനോട് എവിടെയോ പോകുന്ന കാര്യം പറയുമ്പോൾ അച്ഛൻ പറയും, മോള് ഇങ്ങനെ അച്ഛനോട് പറയും, നമുക്ക് ഒത്തിരി ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് തോന്നിയതാണ് ഈ കാശി വാരണാസി എന്ന് പറയുന്ന സ്ഥലം. അതാകുമ്പോൾ 2-3 ദിവസം എടുക്കുമെന്നൊക്കെയുള്ള അവരുടെ ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് അത്രയേറെ മികവുറ്റതായി എനിക്ക് തോന്നി. കാരണം നമ്മളും ചെറുതിലെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഓരോ സ്ഥലത്ത് പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ അവർ ഓരോ കാര്യത്തിനെക്കുറിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയാറുണ്ട്. ഭാവിയിൽ അത് നമ്മുടെ കാര്യത്തിൽ നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്നാണല്ലോ. അതുപോലെ തന്നെ പിന്നീട് ഈ നമ്മൾ ഒരു ജീവിതം ജീവിച്ച് തീർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്ന വേളകളെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്? അവരുടെ ആരുടെയെങ്കിലും മനസ്സിൽ നമ്മളിപ്പോഴും ഉണ്ടോ? അതോ ആർക്കും വേണ്ടിയല്ലാത്ത ഒരു ജീവിതം ജീവിച്ച് തീർത്ത ആ ഒരു വ്യക്തി, അതാണ് നമ്മളിൽ ചില അമ്മമാരെങ്കിലും അല്ലെങ്കിൽ ചില സ്ത്രീകളെങ്കിലും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു മൂവിയാണ്. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ മനസ്സിലെവിടെയോ ഒളിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന് ഓരോ ആൾക്കാർക്ക് വേണ്ടിയും ജീവിച്ച് തളർന്ന് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കിട്ടുന്ന
നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നതാണ് ഈ സിനിമ കാണിച്ചു പോകുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് കണക്റ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡയലോഗ്സ് നമ്മളതിൽ ഒരിക്കലും കാണാത്ത ചില കഥാപാത്രങ്ങളുടെ പേര് ഇവിടെ ഞാൻ ആ പേര് പോലും പറയുന്നില്ല. കാരണം അത് ആ സിനിമയുടെ എന്താണ് പറയുന്നത്, ഇനി കാണാൻ പോകുന്നവർക്ക് അതൊരു മുൻകൂർ ധാരണയുണ്ടാകുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ക്യാരക്ടർ പറയുന്നില്ല. ഇതിലൊരിക്കൽ പോലും കാണിച്ചിട്ടില്ലാത്ത ചില കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കഥാപാത്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വീണ്ടും തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിൽ രണ്ട് സമാനതകളില്ലാത്ത വ്യക്തികളുടെ അഭിനയ മികവാണ് ഈ പടത്തിനകത്തുള്ളത്. ഇന്ദ്രൻസ് എന്ന് പറയുന്ന അതുല്യ കലാകാരൻ ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്, ആക്ട് ചെയ്തിരിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. അതായത് ഒരു സാധാരണ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് റിട്ടയർഡായ ഒരു മാസ്റ്ററിൻ്റെ വേഷമാണ് അദ്ദേഹം ഇതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വാരണാസി എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു നഗരം അല്ലെങ്കിൽ ഒരു പരിപാവനമായ സ്ഥലം, അതുപോലെ തന്നെ ഗംഗാ നദി എന്ന് പറയുന്ന ആ പുണ്യ നദി, അതിനകത്ത് വാരണാസിയുടെ ആ ഒരു അത് പറയുമ്പോൾ തന്നെ നമുക്കൊരിതാണല്ലേ, കാശി വാരണാസി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ വാരണാസിക്കുള്ള ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ ഈ ചിത്രത്തിനകത്ത് ഒപ്പിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഗംഗാ നദിയിൽ ദീപങ്ങൾ ഇങ്ങനെ കൊളുത്തി അത് ഒഴുക്കി വിടുന്ന ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവിടുത്തെ കൽപ്പടവുകൾ, അവിടുത്തെ പ്രധാനമായി പറയുന്ന ഒരു ഡാൻസിൻ്റെ ഒരു ആംബിയൻസ്, അതായത് ആ ഓരോ പഴമ നിറഞ്ഞ മനോഹരമായ കെട്ടിടങ്ങൾ, അത് ഒരു വല്ലാത്ത, അതുപോലെ തന്നെ ആ വഴികൾ, നടന്നു പോകുന്ന വഴികളൊക്കെ നമുക്ക് ഇതിൽ ചിരപരിചിതമായ വഴികളെപ്പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. സിനിമ കണ്ടു തീരുമ്പോൾ പോലും ഇത് തീർന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിനിയിപ്പോൾ ഒരു ജീവിതം ജീവിച്ചു, നമുക്ക് കുടുംബമായി, മക്കളായി, വിവാഹം കഴിച്ചു, മക്കളായി എല്ലാം ആയാലും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മൾ മൂടി വെച്ച ചിലരൊക്കെ ഇപ്പോൾ അത് മുന്നോട്ട് വന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഇപ്പോൾ ഓരോ വീട്ടമ്മമാരും കുറച്ചുകൂടെ കരുത്താർജിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവരവരുടെ സ്വന്തം ജീവിതം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആർക്കും ഛേദമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വീട്ടമ്മമാർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഈ മൂവി ചൂണ്ടിക്കാണിക്കുന്നു. ആർക്കും വേണ്ടിയല്ലാത്ത, ആരുടെ ജീവിതത്തിൻ്റെയും ആരുമല്ലാതിരുന്നിട്ടും അവർക്കെല്ലാമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുന്നവരാണ് നമ്മളിൽ പലരും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നേർക്കാഴ്ചയാണ് ഈ മൂവി എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള നമ്മുടെ അവസരങ്ങൾ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ്, അത് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കലകൾ, പാട്ട്, നൃത്തം, അതുപോലെ തന്നെ പിയാനോ, വയലിൻ, അങ്ങനെയൊക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴോ മറന്നു പോകുന്ന കാഴ്ചകളായി മാറുന്നു. അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടണമെന്നുള്ള നമ്മുടെ ആഗ്രഹം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ത്രീകൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കഥകൾ പറഞ്ഞു പോകുന്നതാണ്. ഒന്നിനൊന്ന് കണക്റ്റഡായിട്ടാണ് ഇതിനകത്ത്. ജീവിതത്തിൽ നമ്മളൊരു ട്രോമ അനുഭവിച്ച ഒരു വ്യക്തി എങ്ങനെയൊക്കെ നമുക്ക് പെരുമാറാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ആരെങ്കിലും ഈ മൂവി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായും നിങ്ങളിത് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. കുറേ കാലത്തിന് ശേഷം ഒരു ഹൃദയത്തിനെ തൊട്ട ഒരു സിനിമയായി ഇത് തോന്നി. ഇതൊരു ദൃശ്യ ആവിഷ്കാരമാണ്. അത് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. മധുബാല എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ മേക്കപ്പോ യാതൊരു വിധമായ മേക്കപ്പോ അതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും അവരുടെ ആ ഒരു എന്താ പറയുന്ന ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമായി അവരിപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. കാരണമെന്ന് വെച്ചാൽ അത്രയേറെ മികവോടെയാണ് ഓരോ രംഗങ്ങൾ അഭിനയിച്ചതായി എനിക്ക് തോന്നിയത്. ഡ്രസ്സുകൾക്കോ അല്ലെങ്കിൽ വർണ്ണപ്പകിട്ടാർന്ന ഡ്രസ്സുകൾക്കോ ഒന്നും ഒരു സിനിമയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലേ ഒരു സിനിമ വിജയിക്കൂ എന്ന് യാതൊരു നിർബന്ധമില്ല എന്ന് തെളിയിക്കുന്ന ഒരു മൂവി കൂടെയായി ഇത് തോന്നി. ഇന്ദ്രൻസ് എന്ന് പറയുന്ന അതുല്യ കലാകാരൻ ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകേണ്ട സ്ഥലത്ത് അതിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പ്രേക്ഷകരിലേക്ക്
അത് നല്ല രീതിയിൽ ഹൃദയത്തിൽ തൊടാൻ പാകത്തിൽ ആ അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് അത്രയേറെ ഹൃദയസ്പർശിയാണ്. ആ സിനിമയ്ക്ക് ചേർന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് പോയിരിക്കുന്നത്. ഇതിലെ ഡയലോഗ്സ് പോലും, ഞാൻ ഡയലോഗ്സ് ഒന്നും ഇവിടെ പറയുന്നില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്നത് മായാതെ കിടക്കുന്ന കുറേ നേർക്കാഴ്ചകളാണ് ഈ സിനിമ എന്ന് പറയുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ കാണാൻ അവസരം കിട്ടിയാൽ കാണണമെന്ന് വരെ തോന്നിപ്പോകുന്ന ഒരു സിനിമയാണ്. ആർക്കെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് കാണണം എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇത് നമ്മൾ ഓരോരുത്തരുടെയും കഥ കൂടിയാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ കേട്ടോ.